വയനാട് മേപ്പാടിയിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തിയതിന്റെ ഭീതിയിലാണ് മാൻകുന്ന് പ്രദേശവാസികൾ. ചേരിങ്കാട്ടിൽ ശിവന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലിയെത്തിയത്. സുജിത്ത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് പുലർച്ചെ 2:45 മാൻകുന്ന് ചേരുങ്കാട്ടിൽ ശിവന്റെ വീടിന് സമീപത്തേക്ക് പുലി എത്തിയത്. ഈ വഴി എത്തിയ പുലി നേരെ ഈ ചായ്പിലേക്കാണ് കയറിയത്. ഇതിനുശേഷം ഇത് ഈ വീടിന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നതും CCTV ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട്. നേരെ വന്ന് ഈ പട്ടിക്കുട്ടിയുടെ കൂട് വലിച്ച് ഏകദേശം ഇത്ര ദൂരം എത്തിക്കുകയായിരുന്നു. ഏതാണ്ട് ഒരു 2 മീറ്ററോളം ദൂരത്തേക്ക് ഇത് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. രാവിലെ നോക്കുമ്പോൾ ഈ പട്ടിക്കൂട് ഈ ഭാഗത്ത് കിടക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ CCTV പരിശോധിക്കുകയായിരുന്നു. ഈ CCTV പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യം, പുലി വന്ന് പോയ ദൃശ്യം കൃത്യമായ രീതിയിൽ തന്നെ ലഭ്യമായത്. അതായത് പുലി വീടിന്റെ ചുറ്റും നടക്കുന്നതടക്കമുള്ള ദൃശ്യം ലഭ്യമായിട്ടുണ്ട്. ശിവന്റെ മകൻ അഖിൽദാസ് ആണ് നമ്മളൊപ്പം ചേരുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ കൂട് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൂട് അവിടെ കാണുന്നില്ല. കൂട് ഈ ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറ പരിശോധിച്ചപ്പോൾ 2:45 ആ സമയമായപ്പോൾ പുലിയാണെന്ന് മനസ്സിലായത്. പിന്നെ തുടർന്നുള്ള ഓരോ ക്യാമറയും 4 ക്യാമറയുണ്ട്. 4 ക്യാമറയും ചെക്ക് ചെയ്തപ്പോൾ പുലി മൊത്തത്തിൽ വീട് ചുറ്റും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. പട്ടികളുണ്ടല്ലോ ഇവിടെ? പട്ടികളുണ്ട്, 3 പട്ടികളാണ്. അങ്ങനെ തന്നെ ആവാൻ സാധ്യത. എന്താ വെച്ചാൽ ഇതിനെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു കമ്പീൻ്റെ ഒരു നെറ്റ് ഇതിൽ ഉണ്ടാക്കിയ കൂടായതുകൊണ്ട് അതിന് കിട്ടിയിട്ടില്ല. എന്നിട്ടും അതിനെ വീണ്ടും പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ വന്യമൃഗശല്യമുള്ള മേഖലയാണത്? ഇല്ല, ഇങ്ങനെ അടുത്തൊക്കെ ഉണ്ട്. അടുത്തൊക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. പുലി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് വരിക പന്നി, കുരങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടാണ്. കരടിയൊക്കെ ഉണ്ട് എന്നാണ് പറയാറ്, നാട്ടുകാർ പറയുന്നതാണ്. നമ്മൾ നേരിട്ട് കണ്ടില്ല. ഇപ്പം പുലീനെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിസരത്ത് കാണുന്നത്. എത്രത്തോളം ഭീതിയുണ്ട് ഇപ്പോൾ ആളുകൾക്ക്, പരിസരത്തുള്ള ആളുകൾക്ക്? എന്ത് പറയും? പിന്നെ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഉണ്ട്, സ്കൂൾ കുട്ടികളൊക്കെ. ഇപ്പോൾ ഇതൊരു ഇടദിവസം ആയതുകൊണ്ടാണ്, സ്കൂളിൽ ലീവുള്ള ദിവസം മൊത്തം കുട്ടികളൊക്കെ ഇവിടെ റോഡിൽ സൈക്കിളും കൊണ്ടും പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കളിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, പുലി വന്ന അവസ്ഥയിൽ വീട്ടുകാർക്കും എല്ലാവർക്കും ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും, കുറേ രാത്രി ലേറ്റായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഭീതി തന്നെയാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പട്ടികളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് വീണ്ടും ഈ പുലി സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.